വെൽക്കം ടു ഡീപ് റീഡ്സ് ആൻഡ് ബി.ടി. ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് എൻ മോഹനൻ എഴുതിയിരിക്കുന്ന ഒരിക്കൽ എന്ന നോവലാണ്. ഒരിക്കൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് DC ബുക്സ് ആണ്. ഇതിൻ്റെ വില 150 രൂപയാണ്. 112 പേജസ് ആണ് ഇതിനുള്ളത്. 24ാം പതിപ്പാണ് ഞാൻ വായിക്കുന്നത്. എനിക്കിത് കുറേ കമൻസ് സജഷൻസും വന്നതുകൊണ്ട് ഞാൻ വായിച്ചതാണ് ഈ ഒരിക്കൽ എന്ന് പറഞ്ഞു. ചെറിയ പുസ്തകമാണ്, നമുക്കൊരു ഒറ്റ ഇരിപ്പിന് തന്നെ വായിക്കാൻ പറ്റുന്ന ഒരു പ്രണയ നോവലാണ്. ഇതിപ്പോൾ 1999 ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജോസ് പനച്ചിപ്പുറവും ജോണി ലൂക്കാസും കൂടിയിട്ട് സ്വാധീനിച്ച ഒരു സ്ത്രീയെ പറ്റി എഴുതാൻ പറഞ്ഞപ്പോൾ എഴുതി പോയതാണ്. അപ്പോൾ അമ്മയെ പറ്റി എഴുതാനും ഭാര്യയെ പറ്റി എഴുതാനും ഇവരും സ്വാധീനിച്ച സ്ത്രീകൾ തന്നെ. പക്ഷേ ഇതെല്ലാവരും എഴുതുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു സ്ത്രീയെ, സ്വന്തം പ്രണയിനിയെ പറ്റി എഴുതാമെന്ന് വിചാരിച്ച് എഴുതുകയും ഇത് എഴുതിയതിന് ശേഷം ആദ്യമായിട്ട് വായിച്ച് നോക്കുന്നതൊക്കെ ഭാര്യ തന്നെയാണ്. പക്ഷേ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ഇദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രണയം കോളേജ് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ കൗമാരം എന്ന് പറയാൻ പറ്റില്ല. ഇദ്ദേഹം മലയാളം യൂണിവേഴ്സിറ്റിയിൽ മലയാളം MA പഠിക്കുന്ന കാലഘട്ടത്തിലത്തെ ഇതാണ്. അപ്പോൾ അതിൽ ഒരു 17-18 വയസ്സുകാരിയായിട്ട് ഓണേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ പറയും. അപ്പോൾ ഇവർ തമ്മിൽ അടുപ്പിച്ചത് കവിതകളാണ്. അപ്പോൾ ഈ കവിതാ പുസ്തകവുമായിട്ട് ഈ പെൺകുട്ടി നടക്കുന്ന കാണുമ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നുണ്ട് വെറുതെ ഷോ ഓഫിന് വേണ്ടിയിട്ട് കൊണ്ട് നടക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് G. ശങ്കരക്കുറുപ്പിൻ്റെ കവിത വായിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും അത് ഇമ്പമാർന്ന രീതിയിൽ അത് ചൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിന് ആദ്യ കാഴ്ചയിലുണ്ടായിരുന്ന ഒരു അട്രാക്ഷൻ എന്നുള്ളത് ഒന്നും കൂടി കൂടുകയും ഒരു പ്രണയത്തിലേക്കൊക്കെ മാറുന്നത് അവരുടെ സെയിം ടേസ്റ്റ് വെച്ചിട്ടാണ്. അതായത് അവരുടെ ചിന്തകളും അവരുടെ പുസ്തകങ്ങളും ഒക്കെ ഏകദേശം സെയിം ആവാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ അന്ന് കമ്മ്യൂണിസവും ഒരു മതേതര ചിന്തയും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഒരു കൗമാരക്കാരൻ്റെ എന്ന് പറയാൻ പറ്റില്ല, ഒരു യുവാവിൻ്റെ ഒരു ആർജവും ഒരു വിപ്ലവവും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാവും. പിന്നെ നമ്മുടെ നാടിൻ്റെ സ്ഥിതിയും ഒക്കെ കമ്മ്യൂണിസം ഒക്കെ വലുതായി വരുന്ന ഒരു 70 ആ കാലഘട്ടങ്ങളിലത്തെയൊക്കെ കാര്യമായിരിക്കും പറയുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം അന്നത്തെ ആ ഒരു ചിന്താഗതിയൊക്കെ അന്ന് ഒരു പ്രണയം മനസ്സിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വായനയും എഴുത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ സ്വാധീനിക്കുക, അതായത് ഈ പ്രണയം വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു വികാരം നമുക്ക് കൂടുതൽ ഉണ്ടാവും. പ്രണയം വരുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറി മറിയും. അപ്പം അങ്ങനെ കഥകൾ എഴുതാനും ഒക്കെ പ്രചോദനമായത് ഈ പ്രണയമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ വാഗമര ഇങ്ങനെ കുട പിടിച്ച് നിൽക്കുന്ന സിമൻറ്റ് ബെഞ്ചിലിരുന്ന് രണ്ടുപേരും സംസാരിക്കുമ്പോൾ അതിന് താഴെ ബീച്ചിൽ ഈ പെൺകുട്ടിയുടെ അനിയത്തി കളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പുസ്തകം നമുക്ക് കുറച്ചും കൂടി ടച്ചിങ് ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം മാത്രമല്ല, ഇതിൽ വിരഹവുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് വിരഹം പറയുമ്പോൾ ഇതിനകത്ത് വേറെ, അതായത് സ്വന്തം ജാതിയിൽ വീട്ടുകാർ കല്യാണം കഴിപ്പിക്കുകയാണ്. അപ്പോൾ ആ കല്യാണം കഴിപ്പിക്കുന്ന രീതിയിൽ വരുമ്പോൾ ഈ ഭർത്താവ് അതായത് ഈ പെൺകുട്ടി പറഞ്ഞതിൻ്റെ പേരിൽ ഭർത്താവാകാൻ പോകുന്ന ആൾ ഇദ്ദേഹത്തെ കാണാൻ വരികയും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ എന്നില്ല, തമ്മിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എൻ്റെ മാത്രം ഒരു ഇഷ്ടമായിരുന്നു, അവൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഇതിൽ ആ കല്യാണം നടക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ ഇദ്ദേഹം ഒരു കത്തെഴുതുകയും എൻ മോഹനൻ ഒരു കത്തെഴുതുകയും അതിൻ്റെ ഒരു ഇതിൽ പിന്നീട് എപ്പോഴെങ്കിലും വഴിയിൽ വെച്ച് കാണുമ്പോൾ നമ്മൾക്ക് ചിരിക്കാം, സംസാരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഭാവത്തിലുള്ള ഒരു കത്താണ് ഇത്. അപ്പോൾ അതിനെപ്പറ്റി പറയാനായിട്ട് വരുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ പെൺകുട്ടീനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അവൾ നിറകണ്ണുകളോട് കൂടിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ പോയിന്റിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഈ കാമുകനായിട്ടുള്ള എൻ മോഹനോട് ഒരിത്തിരി ദേഷ്യം തോന്നി. കാരണം ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ആ നേരത്ത് വന്നത്. അദ്ദേഹം ഈ ഭർത്താവുമായിട്ട് കല്യാണം കഴിഞ്ഞ് ഇവർ ജീവിക്കും. പിന്നീട് ഇദ്ദേഹം കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അതിന് മുകളിലായിട്ട് ക്യാൻസറസ് ആയിട്ട് കിടക്കുന്ന കൂട്ടുകാരി ഇതൊക്കെ അറിയുമ്പോഴൊക്കെയാണ്
അപ്പോൾ അങ്ങനെയുള്ള ഒരു വിരഹമായിട്ടുള്ള പ്രണയവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു വിരഹവും കൂടി വരുമ്പോഴാണ് അതിനൊരു ഭംഗി, ഈ പുസ്തകത്തിനൊരു ഭംഗി വരുന്നത്. കാരണം എല്ലാ പ്രണയങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്നതല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞൊരു പോയിന്റ്, മാംസനിബന്ധമല്ല രാഗം, ഒന്ന് തൊടുകയോ ഇന്നത്തെ കാലത്തെ പോലെ എന്താണ് കിസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ശാരീരികമായിട്ടുള്ള ഒരു അടുപ്പം ഇതിനകത്തില്ല. ഇതില് പ്രണയം, അതായത് കല്യാണം കഴിഞ്ഞ് വിവാഹശേഷം ഒന്നാവുന്നത് വരെയും ഇവരുടെ എന്താണ് പരസ്പരം തൊടുകയോ സംസാരം മാത്രമേ ഉള്ളൂ, വേറെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ പറയും, സംസാരത്തിലേ പറയും, പക്ഷേ എന്നിരുന്നാൽ തന്നെയും മറ്റൊരാളുടെ ശരീരത്തെ, പവിത്രതയെ കളയുക എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് പണ്ട് കാലത്തുള്ള പ്രണയങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ, എൻ്റെ ഒരു 95 തൊട്ടിട്ടുള്ള ഒരു പ്രണയമാണെങ്കിലും തൊടുക അങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഇതിൽ വന്നതാണ്. അന്നത്തെ കാലത്തൊക്കെ തൊടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടേത് ഈ പുസ്തകത്തിൽ പറയുന്നത് പോലത്തെ ഒരു പ്രണയമായിരുന്നു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു മനോഹാരിത ഉണ്ടായിരുന്നു. അതായത് മാംസബന്ധമല്ല, ഈ ശാരീരികമായിട്ടുള്ള ഒരു കാമം വരുന്ന രീതിയിലുള്ള ഒരു പ്രണയമല്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് അവസാന നിമിഷത്തിലും ഇവർ രോഗശയ്യയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രണയവും അതിൻ്റെ വിരഹവും ഒക്കെ കഴിയുമ്പോൾ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പങ്കാളിയായി വന്നു ചേരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ ഒരു പുരുഷനെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ എല്ലാ കുറവുകളും ഇന്നത്തെ ഒരു ഒരു പഴയ പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് കുത്തി നോവിക്കാതെയും ഇടയ്ക്ക് കളിയാക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് നമുക്ക് സ്നേഹം കൊണ്ട് പറയുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലാതെ അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. അപ്പം അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭാര്യ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് ശരിക്കും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം. ആ സ്ത്രീയുടെ മഹാമനസ്കതയും ഇതും, കാരണം നിങ്ങളുടെ കൂട്ടുകാരി ഇങ്ങനെ കെടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പോയി കാണൂ എന്ന് പറയുന്ന ഒരു ഭാര്യയുടെ ഒരു സ്നേഹവും ഒരു വിശാല മനസ്കതയൊക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം. എനിക്ക് പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമായത് അതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഒക്കെ അറിയാവുന്ന ഒരു പ്രണയമാണ്. അപ്പോൾ ഇപ്പം കാണുമ്പോൾ ഇവളുടെ ആ ക്യാൻസർ വന്നിട്ട് കിടക്കുന്ന അവസ്ഥയൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് സങ്കടവും ദേഷ്യവും വേണം. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഈ പ്രണയിനിയായിട്ടുള്ളവളുടെ ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവും എൻ മോഹനോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ്. കാരണം അവളെ അത്രയും സ്നേഹമായതുകൊണ്ടായിരിക്കും അവളുടെ എല്ലാ കുറവുകളും ഈ ഭർത്താവും സ്വീകരിക്കുകയും അങ്ങനെ ഒരു പ്രണയം അവൾക്ക് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അവരെ ദുഷിച്ച് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാതെ അവൾക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, സാരമില്ല, കല്യാണത്തിന് മുമ്പുള്ള പ്രണയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എന്നുള്ളത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ എൻ മോഹനെ ഓഫീസിൽ കാണാൻ വരുമ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തുറന്നു പറയും, ഞാൻ പിന്മാറിയേക്കാം എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, എൻ മോഹനൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ മാത്രമാണ് പ്രണയിക്കുന്നത് എന്ന്. അപ്പം അങ്ങനെ നമുക്ക് ഈ പുസ്തകം നമുക്കൊരു അത് ഇന്നത്തെ തലമുറയ്ക്ക് അത് മനസ്സിലാവുമോ എന്നറിയില്ല. എനിക്കത് വായിച്ചപ്പോൾ എനിക്കത് ആ ഫീലിംഗ് മനസ്സിലായി. കാരണം ഇത് ഒത്തിരി ഒരു പഴയ ലവ് സ്റ്റോറിയാണ്. ഞാൻ 99 പ്രസിദ്ധീകരിച്ച നോവലാണെങ്കിലും ഇത് നടക്കുന്നത് ഈ എൻ മോഹനൻ MA പഠിക്കുന്ന കാലഘട്ടത്തിലത്തെ കഥയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലത്തെ പ്രണയം നമ്മൾക്ക് ഒരു പഴയ നസീർ ഷീല കാലഘട്ടത്തിലത്തെ ഒരു പ്രണയം പോലെയൊക്കെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഇതിനകത്ത് വാചകങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള വാചകങ്ങളാണ്. അത് ഇന്നത്തെ തലമുറയിലുള്ള പോലത്തെ, ഇന്നത്തെ എഴുത്തുകാരുടെ പോലത്തെ എഴുത്തല്ല, പഴയ തലമുറയിലുള്ള ആൾക്കാരുടെ എഴുത്താണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഓരോ വാചകങ്ങളും മനോഹരമായിട്ടുള്ള വാചകങ്ങളാണ്. പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും വിരഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ആ വാചകങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വാചകം. ചെറിയ പുസ്തകമാണെങ്കിലും ഒരുപാട് നല്ല വാചകങ്ങളും അണ്ടർലൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാചകങ്ങളുണ്ട്. ഇതിനകത്ത് ജി ശങ്കർകുറുപ്പിൻ്റെ കവിത പറയുന്ന അകലേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം എന്ന് പറയുന്ന കവിത, ആ 2 വരി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം, പക്ഷേ അവളത് അറിഞ്ഞില്ല എന്നുള്ള ഒരു വാചകങ്ങളൊക്കെ. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന കുറേ വാചകങ്ങളുള്ള ഒരു പുസ്തകമാണ്.
ഒരിക്കൽ എന്ന് പറഞ്ഞ ഒരു നോവൽ. ഇപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ മകനാണ് എൻ മോഹനൻ. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും പ്രശസ്തിയായിട്ടുള്ള ഒരു അമ്മയെ പറ്റി എഴുതാതെ അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയെ പറ്റി എഴുതാതെ എഴുതാവും. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആദ്യത്തെ പ്രണയം നമ്മൾ സാക്ഷാത്കരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ആദ്യത്തെ പ്രണയം ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരിക്കലിൻ്റെ വിശേഷങ്ങൾ. ഒരിക്കൽ എഴുതിയിരിക്കുന്നത് എൻ മോഹനൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞ് പ്രണയ നോവൽ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കാവുന്നതാണ്. ഭയങ്കര ഗംഭീരം എന്നുള്ളതല്ല, കുഞ്ഞ് നോവലാണ്, ചെറിയ കഥയാണ്, അല്ലാതെ ഇതിനകത്ത് വലിയ വിപുലീകരിച്ചിട്ടുള്ള കഥയായിട്ടൊന്നും പറയുന്നില്ല. കുഞ്ഞു നോവലാണ്. അപ്പം നിങ്ങൾക്ക് ഒരു വീക്കെൻഡ് റീഡിനൊക്കെ പറ്റിയ ഒരു നോവലാണ് എൻ മോഹനൻ എഴുതിയിരിക്കുന്ന ഒരിക്കൽ. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.